Hi friends, എല്ലാവർക്കും 777 Angel Tarot Readingലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറന്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ ടേക്ക് വാട്ട് ആസ് ഇറ്റ് ഈസ് നീഡ് ആൻഡ് ലീവ് ദ റെസ്റ്റ്. അതുപോലെ തന്നെ ഇതൊരു ജെൻഡർലെസ് റീഡിംഗ് ആണ്. സോ ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ആർക്ക് വേണോ കാണാം. അതുപോലെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും ഇത് വാലിഡ് ആണ്. ഇന്ന് നമ്മൾ ഈ റീഡിംഗ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടാണ്. വാട്ടർ ഡ്രോപ്സ് റീഡിംഗ് എന്നാണ് ഈ റീഡിങ്ങിനെ പറയുന്നത്. ഇത് നമ്മൾ വാട്ടറിൻ്റെ ഡ്രോപ്സ് വെച്ചിട്ട്, പേര് പോലെ തന്നെ വാട്ടറിൻ്റെ ഡ്രോപ്സ് ഫ്ലോ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. സോ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വരും. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമ്മൾ എന്താ പറയുക, കാർഡ് റീഡിംഗ് പോലെ അത്ര പെട്ടെന്ന് പറ്റില്ല, എന്നാലും ഒരുപാട് ടൈം എടുക്കില്ല. പിന്നെ നമ്മൾ കാർഡ്സും കൂടെ വെച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കാർഡ്സും കൂടെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം നോക്കാം. ഫസ്റ്റ് നമുക്ക് വാട്ടർ റീഡിംഗ് ചെയ്യാം, വാട്ടർ ഡ്രോപ്സ് റീഡിംഗ് ചെയ്യാം. നിങ്ങളുടെ ആ പേഴ്സൺ ഇപ്പോൾ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രസൻറ്റ് മൊമെൻറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതല്ലാതെ ഫ്യൂച്ചറിലോട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസിഷൻ മേക്കിംഗ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിക്കാണ് പോകുന്നത്. അതായത് ഗോ വിത്ത് ദ ഫ്ലോ, പ്രസൻറ്റ് മൊമെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. യെസ്. ദെൻ പല വേയിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണെങ്കിലും റൈറ്റ് പാത്തിൽ കൂടെ പോകണമെന്ന് നിർബന്ധമുണ്ട്. അതായത് റൈറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. ഇനി കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ എന്ത് വഴി തിരഞ്ഞെടുക്കുമോ അത് കൃത്യമായിട്ടുള്ള വഴി ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിങ്ക് ചെയ്തിട്ടാണ് ഒരു ഡിസിഷനൊക്കെ എടുക്കുന്നത്. യെസ്, ഞാൻ പറഞ്ഞ പോലെ ക്ലാരിറ്റിക്കാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വാട്ടർ കണ്ടാൽ തന്നെ അറിയാം എന്ത് തെളിമയുള്ളതാണ്. അതുപോലെ തന്നെ തെളിഞ്ഞ ഒരു വഴി, അതായത് എന്ത് കാര്യത്തിനാണെങ്കിലും ക്ലാരിറ്റി വേണം എന്ന് നിർബന്ധമുള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഡിസിഷൻസ് എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഡിസിഷൻ എടുക്കുന്നത്. നിങ്ങളുടെ ആ പേഴ്സൻ്റെ സൈൻ എർത്ത് സൈൻ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് വാട്ടർ സൈൻ ആവാൻ ചാൻസ് ഉണ്ട്, ആൻഡ് എയർ സൈൻ ആവാൻ ചാൻസ് ഉണ്ട്. ഈ 3 സൈനാണ് മെയിനായിട്ട് കാണുന്നത്. റെസനേറ്റ് ആവുന്ന മാത്രം എടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ കണക്ഷൻ എന്താ പറയുന്നത്, യെസ്, നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്ന നല്ലൊരു കണക്ഷൻ ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു ഒബ്സ്റ്റക്കിൾ, അത് കാരണം ആണ് ഈ റിലേഷനിൽ ഇപ്പോൾ ഇങ്ങനെ നോ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ടാവാൻ കാരണം. അതെന്തുകൊണ്ടാണ് നോക്കാം. ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റീസൺ ആയിരിക്കും. എന്നാലും പൊതുവേ ഇവിടെ കിട്ടുന്ന എനർജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിനാൻസ് ഒരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്, കരിയർ ഒരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്, ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. നിങ്ങളോട്ട് റെസനേറ്റ് ആവുന്നത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതെടുക്കാം. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് മെയിൻ കാരണം. ഈ ഫിനാൻസും അല്ലെങ്കിൽ ഫാമിലിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രശ്നം നിങ്ങളുടെ ഇടയിൽ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പ്രശ്നമാണ്. ദെൻ ഇപ്പം എന്താണ് തിങ്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരുപാട് നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. വളരെ എന്താ പറയുക, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ലൈഫിലെന്ന് പറയാം. അപ്പം എന്തൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്, അപ്പം ഓരോന്നായിട്ടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് ഒരുപാട് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഉള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. സോ ഓരോ ഡ്യൂട്ടീസായിട്ട് ഇപ്പോൾ ചെയ്ത് തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമോഷണൽ ആണ്, ബട്ട് ഇമോഷൻസിനെ പുറത്ത് കാണിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, യെസ്, എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല.
നിങ്ങളുടെ കണക്ഷൻ കുറേ പേരെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്, മേ ബി സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണം എന്നില്ല, പക്ഷെ കുറേ പേരെങ്കിലും എന്താ പറയുക സ്പിരിച്വൽ കണക്ഷനിലുള്ള ആൾക്കാരാണ്. ദെൻ ഒരുപാട് തിങ്കിങ് പ്രോസസ്സ്, അതായത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി മാത്രമല്ല, കരിയർ, ഫിനാൻസ്, ഫാമിലി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കോംപ്ലിക്കേഷൻസൊക്കെ ഓരോന്നായിട്ട് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങളുടെ കാര്യവും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ കുറേ പേരെങ്കിലും സ്പിരിച്വൽ കണക്ഷനിൽ ഉള്ള ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാമെങ്കിൽ നിങ്ങളത് എടുത്താൽ മതി. നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ബട്ട് ഒരു പ്യുവർ ലവ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി ട്രൂ ലവ് ആയിരിക്കും, പക്ഷെ എല്ലാവർക്കും സ്പിരിച്വൽ കണക്ഷൻ ആവണമെന്നില്ല. ഓക്കെ, ട്രൂ ലവിൻ്റെ എനർജീസാണ് എനിക്കിവിടെ കിട്ടുന്നത്. യെസ്, ആ പേഴ്സൻ്റെ, നിങ്ങളുടെ പേഴ്സൺ അത് ആരായാലും ആ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസൊക്കെ ട്രൂ ആണ് എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ ടേക്ക് വാട്ട് ആസ് ഇറ്റ് റെസനേറ്റ്. യെസ്, കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അത് പറയുന്നത് ക്ലാരിറ്റി വളരെ നിർബന്ധമുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ആ വിചാരിച്ച ക്ലാരിറ്റി ഒരു കാര്യത്തിലും ആ പേഴ്സണ് കിട്ടുന്നില്ല. കൺഫ്യൂഷനാണ് കൂടുതലും. ഒരു ഡിസിഷൻ എടുക്കാമെന്ന് വിചാരിക്കും, അപ്പോൾ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് വരും. ഇപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ടായിരിക്കാം നിങ്ങളോടിപ്പം സംസാരിക്കാത്തത്. ആ ഒരു ക്ലാരിറ്റി ആ പേഴ്സണ് കിട്ടാത്തത് കൊണ്ടാവാം ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്. നിങ്ങൾ അടുത്തേക്ക് പോയി മിണ്ടണം എന്ന് ആ പേഴ്സൺ ആഗ്രഹമുണ്ട്. ബട്ട് ഇപ്പോൾ അതും ആ പേഴ്സണൊന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ അടുത്തേക്ക് ചെന്ന് മിണ്ടിയാലും ഇപ്പോൾ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ആ പേഴ്സൺ ഒരു ആക്ഷനും എടുക്കാത്തത്. മനസ്സിലായോ? കുറച്ച് ഈഗോ ഒക്കെ ഉള്ളൊരു പേഴ്സണാണ്, പക്ഷേ ഇൻറ്റൻഷൻസ് പ്യുവറായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. വളരെ സെൻസിറ്റീവാണ്, പക്ഷേ ഇതൊന്നും പുറത്ത് കാണിക്കില്ല. പുറത്തൊരു എംപറർ എന്നുള്ള ഫീലിലാണ് ആ പേഴ്സൺ. ബിക്കോസ് അത്രയും ഒരു കരിയറിൽ ചിലപ്പോൾ അത്രയും വലിയൊരു പൊസിഷനിലുള്ള ആളായിരിക്കും. മാസ്കുലൻ ഫെമിനിൻ എനർജീസ് ഇല്ലേ, അതിൽ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും എനർജീസിന് അങ്ങനെ ഇല്ല. സോ മാസ്കുലൻ എനർജീസ് കൂടുതലാണ്. ഫെമിനിൻ എനർജീസ് ഉണ്ടെങ്കിലും ആ ഫെമിനിൻ എനർജീസ് എക്സ്പ്രസ് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അതെല്ലാം ഉള്ളിലൊതുക്കും. ഫെമിനിൻ എനർജി മീൻസ് ഇമോഷൻസ് ആണ് ഫെമിനിൻ എനർജീസ്. ആ ഇമോഷൻസ് പുറത്ത് എല്ലാവരുടെ ഉള്ളിലും ഫെമിനിൻ ആൻഡ് മാസ്കുലൻ എനർജീസ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഈക്വലി ബാലൻസ് ചെയ്യണം. ബട്ട് ഇവിടെ മാസ്കുലൻ എനർജീസിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. എല്ലാവർക്കും ഉണ്ട് ഇമോഷൻസ് ഇല്ലേ? ഹ്യൂമൻ ബീയിങ്സ് ആകുമ്പോൾ ഉണ്ട്. യെസ്, സ്പോട്ട് ഓഫ് ദ മൊമെൻറ്റിലാണ് ഡിസിഷനൊക്കെ എടുക്കുന്നത്. അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ ആ ഒരു സ്വഭാവം ഉണ്ട്. ഒരു കാര്യം വെച്ച് ഡിലേ ആക്കുന്നത് ഇഷ്ടമല്ല. ബട്ട് ലൈഫിൽ വന്ന പല സിറ്റുവേഷൻസ് കാരണമായിരിക്കാം ഇപ്പോൾ ഡിസിഷൻസൊക്കെ എടുക്കണമെങ്കിൽ അത് കൃത്യതയോടെ വേണമെന്ന് നിർബന്ധമുണ്ട്. ബട്ട് ചില സമയത്ത് ഇമോഷൻസ് വളരെയധികം ചേഞ്ച് ആവുന്നുണ്ട്. അതായത് മൂഡ് സ്വിങ്സ്, പലതരത്തിലുള്ള മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പോലും ആ പേഴ്സൺ അറിയില്ല. അതാണ് ശരിക്കുള്ള കാരണം. അത്രയും ഇമോഷൻസ് ഉള്ളത് കൊണ്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. പലപ്പോഴും ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഫീലിങ്സൊക്കെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്നും വളരെയധികം ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങോട്ടൊന്നും പുറത്തോട്ട് പറയാൻ പറ്റുന്നില്ല. മേ ബി അത്രയും ഇമോഷണൽ ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സിറ്റുവേഷൻസ് കാരണമായിരിക്കാം. നിങ്ങൾക്കാണ് കൂടുതലായിട്ടും അറിയാമെന്നുള്ളത് എന്നേക്കാളും. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അനുസരിച്ച് നിങ്ങൾ എടുക്കുക.
പക്ഷേ എനിക്കിവിടെ കിട്ടുന്ന എനർജീസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് ജനറൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി. ഇത്രയൊക്കെയാണ് നമുക്ക് വാട്ടർ ഡ്രോപ്സ് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ള എനർജീസ്. ഇനി കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് കാർഡും കൂടെ വെച്ച് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് കാർഡ്സ് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, കുറേ പേരെങ്കിലും സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കുമെന്ന്. ഈ ലവ് എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം കണക്ഷനെ പറ്റിയിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ 12 അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന നമ്പർ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കോളാം. നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. യെസ്, പവർ എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. 1 എന്ന് പറയുന്ന നമ്പറോ 10 എന്ന് പറയുന്ന നമ്പറോ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കോളാം. അപ്പോൾ നിങ്ങളുടെ ആ പേഴ്സൺ വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സണാണ് ആൻഡ് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അത് നമ്മുടെ റീഡിങ്ങിലും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, യെസ്, ഷെൽട്ടർ എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. 5 എന്ന് പറയുന്ന നമ്പർ നിങ്ങളോട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കോളാം. 5 എന്ന് പറയുന്ന നമ്പർ ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഓരോ ഡിസിഷനും എടുക്കുന്നത്. സോ ഇപ്പോൾ എന്തോ ഒരു ഡിസിഷൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്, അത് കരിയറിലോ ലൈഫിലോ ആയിരിക്കാം. ആ ഡിസിഷൻ മേക്കിംഗ് പവറിനെ കാണിക്കുന്നതാണ് ഈ കാർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ആ പേഴ്സൻ്റെ എന്താ പറയുക, ഫീൽ ലൈക്ക് ഹോം എന്നുള്ള ഫീല് നിങ്ങളോട് ആ പേഴ്സൺ ഉണ്ട്. ഓക്കെ, നിങ്ങളെ ആ പേഴ്സൻ്റെ ഫാമിലിയിലെ ഒരാളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ട ഒരാളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നോക്കാം. യെസ്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആ പേഴ്സൺ വളരെ കരിയർ ഫോക്കസ്ഡ് ആണ്, ഗോൾ ഓറിയൻറ്റഡ് ആണ്, ഡിസിഷൻ മേക്കിംഗ് പവറൊക്കെ ഉള്ളൊരു പേഴ്സണാണ്. ആ പേഴ്സണ് എല്ലാ കാര്യത്തിലും, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും കരിയറിൻ്റെ കാര്യത്തിനാണെങ്കിലും ലൈഫിലാണെങ്കിലും വിക്ടറി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. 11 എന്ന് പറയുന്ന നമ്പറോ അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പറോ നിങ്ങളുടെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കോളാം. 11 എന്ന് പറയുന്ന നമ്പർ ഒരു സ്പിരിച്വൽ നമ്പറാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതുപോലെ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പേഴ്സണാണ്. സത്യസന്ധനോ സത്യസന്ധയോ നിങ്ങളുടെ ജെൻഡർ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് പറഞ്ഞിരുന്നു. അത് വീണ്ടും ഇവിടെ വരുന്നുണ്ട് ആ എനർജി. പിന്നെ 5 എന്ന് പറയുന്ന നമ്പർ എഗെയിൻ വന്നിട്ടുണ്ട്. 5 + 5 10. നേരത്തെ ഒരു 5 വന്നിട്ടുണ്ടായിരുന്നു. 10 കാണിക്കുന്നത് കംപ്ലീഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ന്യൂ ബിഗിനിങ്ങിനെ പറ്റിയിട്ടും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നെന്ന് എഗെയിൻ ഒരു സൈൻ പോലെ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, നിങ്ങളുടെ കരിയറിലാവാം. ഓക്കെ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ലൈഫിലാവാം. ഓക്കെ, 32 എന്ന് പറയുന്ന നമ്പറോ 5 എന്ന് പറയുന്ന നമ്പറോ നിങ്ങളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കോളാം. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് യെസ്, ഡിസയർ. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ പേഴ്സൺ വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. കുറേ പേർക്കെങ്കിലും ഇത് റെസനേറ്റ് ആവും, എല്ലാവർക്കും റെസനേറ്റ് ആവുമായിരിക്കാം. നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം. വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ പറയുക, ഒരു സ്പിരിച്വൽ കണക്ഷനിലുള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ അത്രയും ട്രൂ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാവാം നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു ഇഷ്ടം ആ പേഴ്സൺ ഉണ്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക. 3 എന്ന് പറയുന്ന നമ്പർ നിങ്ങളോട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കോളാം. നെക്സ്റ്റ് കാർഡ് യെസ്, ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ആ പേഴ്സൺ വളരെ ഇൻറ്റ്യൂഷൻ പവറുള്ള ഒരു പേഴ്സണാണ്. അതായത് ആ പേഴ്സൻ്റെ ഹാർട്ട് വോയിസിനെയാണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പോലും ശരിയായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ എന്തായാലും സാധിക്കും ലൈഫിൽ എല്ലായിടത്തും. ഓക്കെ, കാരണം ആ ഇൻറ്റ്യൂഷൻ അത്രയും നല്ലൊരു ഇൻറ്റ്യൂഷൻ പവറുള്ള ഒരു പേഴ്സണാണ്. വളരെ ഇമാജിനേഷനൊക്കെ ഉള്ളൊരു പേഴ്സണാണ്. 16 അല്ലെങ്കിൽ 7 എന്ന് പറയുന്ന നമ്പർ നിങ്ങളോട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കോളാം. നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം. യെസ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയുടെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, യൂണിവേഴ്സിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ
യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, 19 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന നമ്പർ എഗെയിൻ വന്നിട്ടുണ്ട്. സോ അത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്ന് നോക്കിക്കോളാം. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ്, യെസ്, എഗെയിൻ 5 എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട്. 23 എന്ന് പറയുന്ന നമ്പർ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കോളാം. നിങ്ങളുടെ ആ പേഴ്സൺ ഒരു വാരിയറാണ്, ലീഡറാണ്. ഓക്കെ, അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. ഓക്കെ, വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. വളരെ എന്താ പറയുക, ഒരു വാരിയറാണ്, അത്ര തന്നെ, അതാണ് കറക്റ്റ് വേർഡ്. ഓക്കെ, റിസ്ക് ഒക്കെ എടുക്കാൻ അങ്ങനെ പേടിയുള്ള ഒരാളായിരിക്കില്ല. ഓക്കെ, ലൈഫിൽ സക്സസ് വേണമെങ്കിൽ റിസ്ക് എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് അത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്. അപ്പം നമ്മുടെ വാട്ടർ ഡ്രോപ്സ് റീഡിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക കാർഡ് റീഡിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ബി ഹാപ്പി, ബി പോസിറ്റീവ്, ബൈ ബൈ.